ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇഷ്ടമല്ല ഈശോയുടെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കാറില്ല. അല്ലെങ്കിൽ ആരുടെങ്കിലും ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവിക സന്ദേശങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ നിറവേറാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരാറുണ്ട്. ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഈ സുഹൃത്ത് ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു, ലക്ഷങ്ങൾ കാശ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതല്ല, നമുക്ക് ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വ്യക്തി ഒരിക്കലും വിദേശ രാജ്യത്ത് സ്വന്തം കഴിവുകൊണ്ട് അല്ല സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തൊന്നും പോകില്ല, ഈ രാജ്യത്തും പോകില്ല, പക്ഷെ ഈ വ്യക്തി വിദേശ രാജ്യത്ത് ചെല്ലും എന്നിങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിൻ്റെ അതൊന്നും നടക്കാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾ വിദേശ രാജ്യത്ത് ചെല്ലും എന്നാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ സുഹൃത്തിനാകെ വിഷമമായി. കാരണം ഞാനും അത്ര അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ആ സുഹൃത്ത് പറഞ്ഞു, അതല്ല, ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിച്ചേക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് 1.5 വർഷം കഴിഞ്ഞു. ഈ വ്യക്തി എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമൊക്കെ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും ഒരു പേപ്പർ പോലും മാറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല പ്രാർത്ഥിക്കുന്നവരെ കണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഇന്ന് ഈ രാജ്യത്ത് തന്നെ പോകും, അല്ലെങ്കിൽ ചിലരൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ യാത്രയ്ക്ക് തടസ്സം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ 1.5 വർഷം കഴിഞ്ഞിട്ടും ഇത് നടക്കാതെ വന്നപ്പോൾ ഈ വ്യക്തി ഏജൻസിയിൽ നിന്ന് ക്യാഷ് തിരിച്ചു മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിഞ്ഞ് വിദേശ രാജ്യത്തേക്കുള്ള പോകാനുള്ള എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിദേശ രാജ്യത്ത് ചെല്ലും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സുഹൃത്തിൻ്റെ ഭാര്യ നേഴ്സാണ്. ഒരു ഹോസ്പിറ്റലിൽ, വിദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്ത് ഈ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു. ഈ സുഹൃത്തിൻ്റെ ഭാര്യ ഒരു കാശ് പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് ഈ രാജ്യത്തേക്ക് കയറിപ്പോവുകയും 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ വഴി നമ്മുടെ സുഹൃത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും ആ വിദേശ രാജ്യത്തേക്ക് കയറി പോവുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കഴിവുകൊണ്ട് അപ്ലൈ ചെയ്ത് ഒരിക്കലും കയറി പോവുകയില്ല, എന്നാൽ വിദേശ രാജ്യത്തേക്ക് ചെല്ലും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാര്യ വഴി ഈ നമ്മുടെ സുഹൃത്ത് ഇന്ന് വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ബലം പിടിച്ച് അല്ലെങ്കിൽ 1000 തവണയൊക്കെ എംബോസിഷനൊക്കെ എഴുതി വചനമൊക്കെ എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ പറ്റിയുള്ളതെല്ലാം ഈശോ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് അറിയാം നമ്മുടെ കാര്യങ്ങൾ ഏത് വർഷത്തിൽ അല്ലെങ്കിൽ ഏത് വയസ്സിൽ ഇതൊക്കെ നടക്കണമെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഈശോയുടെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈശോ തക്ക സമയത്ത് നടത്തി തരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വിഷമത്തിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഈശോ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി തരും. വിദേശ യാത്രയ്ക്ക് ആയിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.